നമസ്കാരം. അന്താരാഷ്ട്ര ടി20യിൽ കഴിഞ്ഞ വർഷം വിവിധ ടീമുകൾക്കായി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെ ഉൾപ്പെടുത്തി ടി20യിലെ ടീം ഓഫ് ദ ഇയറിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ICC. ഇന്ത്യയുടെ 4 കളിക്കാർ ടീമിൽ ഇടം നേടിയപ്പോൾ ക്യാപ്റ്റനായി നറുക്ക് വീണത് മുൻ നായകൻ രോഹിത് ശർമ്മയ്ക്കാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയെ ടി20 ലോകകപ്പ് വിജയത്തിലേക്ക് നയിക്കാനായതാണ് അദ്ദേഹത്തിന് ICC ടീമിന്റെയും ക്യാപ്റ്റനായി അവസരം ലഭിക്കാനുള്ള കാരണം. ഇന്ത്യൻ താരങ്ങളുടെ ആധിപത്യമാണ് ICCയുടെ ടി20 ടീമിലുള്ളത്. ഇന്ത്യയുടെ 4 പേരാണ് 11-ൽ എത്തിയത്. കൂടുതൽ താരങ്ങൾ ടീമിൽ ഇടം നേടിയത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. മറ്റൊരു രാജ്യത്ത് നിന്നും ഒന്നിലധികം കളിക്കാർ ഉൾപ്പെടുകയും ചെയ്തിട്ടില്ല. 4 ഇന്ത്യക്കാരെ മാറ്റി നിർത്തിയാൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നും ഓരോ കളിക്കാർ വീതവും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് താരമായ ഇടം കയ്യൻ ബാറ്ററായ ട്രാവിസ് ഹെഡുമാണ് ICC ടീമിന്റെ ഓപ്പണിംഗ് ജോഡികൾ. ബാറ്റിംഗിൽ കഴിഞ്ഞ വർഷം അത്ര തിളങ്ങിയില്ല എങ്കിലും ക്യാപ്റ്റൻസിയിൽ രോഹിത് കയ്യടി നേടുക തന്നെ ചെയ്തു. 11 മത്സരങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷം ഒരു സെഞ്ചുറി അടക്കം 378 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. 2024-ൽ 15 ടി20കളിലാണ് ഹെഡ് കളിച്ചിട്ടുള്ളത്. 178.47 സ്ട്രൈക്ക് റേറ്റിൽ 539 റൺസും താരം അടിച്ചെടുത്തിട്ടുണ്ട്. ICC 11-ൽ 3 മുതൽ 5 വരെ സ്ഥാനങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ ഇടിവെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഫിൽ സോൾട്ട്, പാകിസ്ഥാൻ സൂപ്പർ താരം ബാബർ അസം, വെസ്റ്റ് ഇൻഡീസിന്റെ തീപ്പൊരി ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ നിക്കോളാസ് പൂരനുമാണ് ഉള്ളത്. 11-ന് വേണ്ടി വിക്കറ്റ് കാക്കുന്നതും പൂരൻ തന്നെയാണ്. ഇംഗ്ലണ്ടിനായി കഴിഞ്ഞ വർഷം 17 ടി20കളിൽ നിന്നും 164.43 സ്ട്രൈക്ക് റേറ്റിൽ 467 റൺസ് സോൾട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 6 അർദ്ധ സെഞ്ചുറികളിൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബാബറാകട്ടെ പാകിസ്ഥാന് വേണ്ടി 24 ടി20കളിൽ കളിച്ചിട്ടുണ്ട്. 33.54 ശരാശരിയിൽ 738 റൺസും നേടി. പുരന്റെ പ്രകടനത്തിലേക്ക് വന്നാൽ 21 മത്സരങ്ങളിൽ നിന്നും 142.33 സ്ട്രൈക്ക് റേറ്റിൽ 464 റൺസാണ് സമ്പാദ്യമായിട്ടുള്ളത്. 2 അർദ്ധ സെഞ്ചുറികളടക്കം ഇതിൽ പെടുന്നുണ്ട്. ICCയുടെ ടി20 11-ൽ 6-7 സ്ഥാനങ്ങളിലുള്ളത് ഓൾറൗണ്ടർമാരാണ്. ഒരാൾ ഇന്ത്യൻ സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യയാണെങ്കിൽ മറ്റൊരാൾ സിംബാബ്വെയുടെ സിക്കന്ദർ റസയുമാണ്. 6-ാമനായാണ് റസ ബാറ്റ് ചെയ്യുക. തൊട്ടു താഴെയാണ് ഹാർദിക് ഉള്ളത്. 24 മത്സരങ്ങളിൽ നിന്നും 573 റൺസും 24 വിക്കറ്റുകളും റസ സ്വന്തമാക്കിയിട്ടുണ്ട്. ഹാർദിക് 17 ടി20കളിലാണ് കളിച്ചിട്ടുള്ളത്. 352 റൺസ് നേടിയ അദ്ദേഹം 16 വിക്കറ്റുകളും കൈക്കലാക്കിയിട്ടുണ്ട്. 11-ലെ മറ്റ് 4 പേർ അഫ്ഗാൻ സ്റ്റാർ സ്പിന്നറും ഓൾറൗണ്ടറുമായ റാഷിദ് ഖാൻ, ശ്രീലങ്കയുടെ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ വനന്തു ഹസരംഗ, ഇന്ത്യൻ പേസ് ജോഡികളായ ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് എന്നിവരുമാണ്. റാഷിദ് ഖാൻ 14 മത്സരങ്ങളിൽ നിന്ന് 31 വിക്കറ്റുകളാണ് പിടിതെടുത്തത്. ഹസരംഗ 20 മാച്ചിൽ നിന്നും 179 റൺസും 38 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. ബുംറ 8 മത്സരത്തിൽ നിന്ന് 15-ഉം അർഷ്ദീപ് 18 മത്സരത്തിൽ നിന്ന് 36 വിക്കറ്റുകളാണ് പിടിതെടുത്തിട്ടുള്ളത്. അതേസമയം ഈ ഒരു ICC റാങ്കിങ്ങിനെതിരെ നിരവധി ക്രിക്കറ്റ് നിരീക്ഷകരും രംഗത്തെത്തിയിട്ടുണ്ട്. രോഹിത് ശർമ്മയെ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്നാണ് പലരും ചോദിക്കുന്നത്. രോഹിത്തിനേക്കാൾ കഴിവുറ്റ പ്രകടനം നടത്തിയ ഒരുപാട് പേർ ടീമിലുണ്ട് എന്നും എന്നിട്ടും അവരൊന്നും സ്ഥാനം പിടിച്ചില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ടി20യിൽ കഴിഞ്ഞ വർഷം ഇന്ത്യക്കായി തകർപ്പൻ പ്രകടനം നടത്തിയിട്ടും മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ICC 11-ൽ നിന്നും തഴയപ്പെടുകയായിരുന്നു. 13 ടി20കളിലാണ് 2024-ൽ അദ്ദേഹം കളിച്ചത്. 183 എന്ന ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ 436 റൺസും സഞ്ജു അടിച്ചെടുത്തിട്ടുണ്ട്. 3 സെഞ്ചുറികളും 1 50യും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നിട്ടും സഞ്ജുവിന്റെ പേരില്ലാത്തത് ആശ്ചര്യപൂർവ്വമാണ് ക്രിക്കറ്റ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.